നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് കണ്ടെത്തിയ 100 പേരടങ്ങുന്ന സംഘത്തിനെതിരെ വിചാരണയ്ക്ക് ഉത്തരവിട്ട് അബുദാബി കോടതി. ബഹലൂൽ ഗ്യാങ് പേരിൽ അറിയപ്പെടുന്ന സംഘത്തിനെതിരെ 7 മാസം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് നടപടി. ആയുധങ്ങളുമായി എത്തി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിനെതിരെയാണ് UAE അറ്റോർണി ജനറൽ ഡോക്ടർ അഹമ്മദ് സെയ്ഫ് അൽ ഷംസി വിചാരണയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതികൾ ക്രിമിനൽ സംഘം രൂപവൽക്കരിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും പങ്കാളികളായതായും പണത്തിന്റെ ഉറവിടം മറച്ചുവെക്കാൻ കള്ളപ്പണം വെളുപ്പിച്ചതായും സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ കുറ്റകൃത്യങ്ങൾ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അബുദാബി അപ്പീൽ കോടതിയുടെ രാജ്യസുരക്ഷാ വകുപ്പാണ് ബഹലൂൽ സംഘത്തിനെതിരെ വിചാരണ നടപടികൾ സ്വീകരിക്കുക. രാജ്യത്ത് കുറ്റകൃത്യം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് അറ്റോർണി ജനറൽ ഡോക്ടർ അഹമ്മദ് സെയ്ഫ് അൽ ഷംസി വ്യക്തമാക്കി. കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 ദുബായ്. സൗദിയിലെ തായിഫിൽ ക്രൗൺ പ്രിൻസ് ഒട്ടകോത്സവം ആരംഭിച്ചു. മത്സരം സെപ്റ്റംബർ 10 വരെ തുടരും. 56 ദശലക്ഷം റിയാലാണ് സമ്മാനത്തുക. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന 6ാമത് ക്രൗൺ പ്രിൻസ് ഒട്ടകോത്സവം തായിഫിൽ ആരംഭിച്ചു. സൗദി ക്യാമൽ ഫെഡറേഷനാണ് സംഘാടകർ. തായിഫിലെ ക്യാമൽ റേസ് ട്രാക്കിൽ നടക്കുന്ന മത്സരം സെപ്റ്റംബർ 10 വരെ നീണ്ടു നിൽക്കും. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ മത്സരങ്ങളുണ്ടാകും. 56 ദശലക്ഷം റിയാലാണ് വിജയികൾക്ക് സമ്മാനത്തുകയായി ലഭിക്കുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒട്ടകങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. മഫാരിദ്, ഹക്കായിഖ്, ലിഖായ, ജിദ, സനായ, ഹയൽ, സമൂൽ തുടങ്ങിയ ഇനം ഒട്ടകങ്ങളാണ് മത്സരത്തിനുള്ളത്. 360 പ്രാഥമിക റൗണ്ട് മത്സരങ്ങളും 250 ഫൈനൽ റൗണ്ട് മത്സരങ്ങളുമാണ് നടക്കുക. 2018 ക്രൗൺ പ്രിൻസ് ക്യാമൽ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. ജലീൽ കണമകലം, 24 ജിദ്ദ. വിസ മെഡിക്കൽ സ്ക്രീനിങ്ങിനുൾപ്പെടെ പുതിയ സെന്റർ തുടങ്ങി ദുബായ് ഹെൽത്ത്. പ്രതിദിനം 1000-ലധികം സന്ദർശകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് സാലെ മുഹൈസീന മെഡിക്കൽ സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ദുബായ് ഹെൽത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ അമർ ഷെരീഫ്, ദുബായ് ഹെൽത്ത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഖലീഫ ബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവർക്കും കാര്യക്ഷമവും സൗകര്യപ്രദവുമായ മെഡിക്കൽ ഫിറ്റ്നസ് സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെ 24 മണിക്കൂറും വെള്ളിയാഴ്ചകൾ രാവിലെ 7 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയും സെന്റർ പ്രവർത്തിക്കും. പ്രശസ്ത നർത്തകി അനുപമ വി പിള്ള അവതരിപ്പിക്കുന്ന ജ്ഞാനപാനയുടെ ഏകപാത്ര നൃത്താവിഷ്കാരം സുഗിനോ ഭവന്തുവിന്റെ ടീസർ ഷാർജയിൽ പ്രകാശിപ്പിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് SA സലീം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീപ്രകാശ് എന്നിവർ ചേർന്നാണ് ടീസർ പുറത്തിറക്കിയത്. ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ, ഹിഷാം അബ്ദുൽ സലാം, ET പ്രകാശ് എന്നിവരുൾപ്പെടെ UAE-യിലെ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഈ മാസം 16-ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സംക്രമസന്ധ്യ 2024 പരിപാടിയിൽ വെച്ച് നൃത്തം അവതരിപ്പിക്കും. അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫോമയുടെ പുതിയ പ്രസിഡന്റായി ബേബി മണക്കുന്നിലിനെ തെരഞ്ഞെടുത്തു. ബൈജു വർഗീസാണ് ജനറൽ സെക്രട്ടറി. ട്രഷറർ സിജിൽ പാലാക്കലുടി, വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ജോയിന്റ് ട്രഷറർ പോൾ പി ജോസ്, ജോയിന്റ് സെക്രട്ടറി അനുപമ കൃഷ്ണൻ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. അഡ്വൈസറി ബോർഡ് ചെയർമാനായി ഷിനു ജോസഫും വിജയിച്ചു. കുവൈറ്റ് സീ സ്പോർട്സ് ക്ലബിൽ മറൈൻ ഹെറിറ്റേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 33ാമത് വാർഷിക ഡൈവിംഗ് സ്മാരക യാത്രയുടെ ഉദ്ഘാടനം നടന്നു. ഓഗസ്റ്റ് 10 മുതൽ 15 വരെ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ രക്ഷാകർത്തത്തിലാണ് പരിപാടി. രാവിലെ 8:30-ന് സാൽമിയയിലെ ക്ലബിന്റെ തീരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പരമ്പരാഗത നാവിക പ്രകടനത്തിന്റെ അകമ്പടിയോടെ ഓണററി പ്ലാറ്റ്ഫോമിന് മുന്നിൽ കപ്പലുകളുടെ ക്യാപ്റ്റന്മാരുടെയും യുവ ഡ്രൈവർമാരുടെയും ഒത്തുചേരൽ ചടങ്ങിൽ നടന്നു. തുടർന്ന് ദേശീയഗാനത്തിന് ശേഷം ഇവന്റിൽ പങ്കെടുക്കുന്നവർ എല്ലാവരോടും യാത്ര പറഞ്ഞ ഡൈവിംഗ് ടിപ്പിനായുള്ള യാത്ര തിരിച്ചു. വയനാട്ടിലെ ദുരന്തഭൂമിയുടെ അതിജീവനത്തിന് പണം തടസ്സമാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. ഉരുൾ കവർന്ന ചൂരൽമലയിൽ സന്ദർശനം നടത്തിയ ശേഷം കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ ഉറപ്പ് നൽകിയത്. നാശനഷ്ടങ്ങൾ കണക്കാക്കി വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം തുടങ്ങിയ മേഖലകളിൽ ആകാശ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി വെള്ളാർമല സ്കൂളിലും ബെയിലി പാലത്തിലും എത്തി. ക്യാമ്പിലും ആശുപത്രിയിലും എത്തി ദുരിതബാധിതരെ നരേന്ദ്രമോദി ആശ്വസിപ്പിച്ചു. जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक
इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी। ദുരന്തം തൂത്തെറിഞ്ഞ വയനാടിന്റെ മണ്ണിനെ വീണ്ടെടുക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ഊർജ്ജമേകുന്നതായി പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ. കേന്ദ്രം ദുരിതബാധിതർക്ക് ഒപ്പമാണ്. അവർ ഒറ്റയ്ക്കല്ല. സഹായത്തിന് പണം തടസ്സമാകില്ല. പുനരധിവാസത്തിനുൾപ്പെടെ സഹായമുണ്ടാകും. കേരളം വിശദമായ കണക്കുകളുമായി നിവേദനം കൈമാറണമെന്നും വയനാട് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി. ऐसे संकट के समय जब हम साथ मिलकर के काम करते हैं तो कितना उत्तम परिणाम मिलता है। उसी दिन सुबह ही मैंने माननीय मुख्यमंत्री जी से बात की थी. രാവിലെ 10:55 പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി ഇറങ്ങിയത്. അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക്. ഉരുൾപൊട്ടൽ സർവനാശം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇതിനുശേഷം കൽപ്പറ്റയിലെ പ്രത്യേക ഹെലിപ്പാഡിൽ. കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗം ദുരന്തബാധിത പ്രദേശങ്ങളിലെത്തിയ നരേന്ദ്രമോദി ബെയിലി പാലത്തിലൂടെ നടന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉരുൾപൊട്ടലിന്റെ തീവ്രതയും വിശദവിവരങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. ദുരിതബാധിതരുള്ള ക്യാമ്പിലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലും പ്രധാനമന്ത്രി എത്തി. ആശുപത്രിയിലെത്തിയ മോദി ഉരുൾപൊട്ടലിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട അരുൺ ഉൾപ്പെടെ 6 പേരെ കണ്ട് ആശ്വസിപ്പിച്ചു. അതിന് ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. സംഭവങ്ങൾ പറഞ്ഞു, തോളത്തിട്ട് ആശ്വസിപ്പിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം എന്നൊരു ആശ്വാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെഡിയാകുമെന്ന് വിശ്വസിക്കുന്നു. അവർ ചോദിച്ച് ഞാൻ ഇന്ത്യയിൽ തന്നെ സംസാരിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവരുള്ള പറഞ്ഞതിനെല്ലാം തന്നെ ഞാൻ മറുപടി കൊടുത്തു. ഞാൻ എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണെങ്കിൽ ചോദിച്ചു. ശേഷം കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിലും പങ്കെടുത്ത് നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയത്. ടീം 24 വയനാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് സംസ്ഥാന സർക്കാർ. പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള സഹായങ്ങളും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി 2000 കോടി രൂപയുടെ പാക്കേജാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. ദുരന്ത മേഖല സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യങ്ങൾ അറിയിച്ചു. നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നുവരികയാണ്. പ്രാഥമിക വിവരങ്ങൾ കുറിപ്പാക്കി നൽകി. വിശദമായ നിവേദനം ഉടൻ സമർപ്പിക്കും. ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും കണക്കിലെടുത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കായി പ്രത്യേക പാക്കേജുകൾ ആവശ്യപ്പെട്ടതായി റവന്യൂ മന്ത്രി കെ രാജൻ. നമുക്ക് 2000 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജിനെ കുറിച്ചും 1200 കോടി രൂപയുടെ നഷ്ടത്തെക്കുറിച്ചും, പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ നഷ്ടം, മറ്റു ജീവിതോപാധികളുടെ നഷ്ടം, കൃഷി നഷ്ടം, ഇതെല്ലാം വെവ്വേറെയായി ഗവൺമെന്റ് മുമ്പിൽ വയ്ക്കും. പുനരധിവാസത്തിന് വേണ്ടിയാണ് 2000 കോടി രൂപയുടെ ആവശ്യം ഇപ്പോൾ കാണുന്നു. ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ പോസിറ്റീവായി കാണുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്രവുമായി കൈകോർത്തുള്ള ഇടപെടലാണ് സംസ്ഥാനം നടത്തുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദുരന്തഭൂമി പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ചതിൽ പ്രതീക്ഷയെന്ന് മന്ത്രി OR കേളുവും പ്രതികരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവും അതോടനുബന്ധിച്ചുള്ള ഈ രാവിലെ തൊട്ട് ഈ സമയം വരെയുള്ള സമയം ഇവിടെ ചെലവഴിച്ചല്ലോ. ഈ സമയം വരെ ഈ വയനാടിന്റെ ഈ കാര്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ആത്മാർത്ഥമായി ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. വയനാടിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വേണ്ടതെല്ലാം ചെയ്യും, എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആ മീറ്റിങ്ങിലിരുന്ന് ചർച്ച ചെയ്തു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും. അത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞു. വിശദമായ നിവേദനം നൽകുന്നതോടെ കേന്ദ്രത്തിൽ നിന്ന് വേഗത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് 24.
സൂചിപ്പാറയിൽ കണ്ടെത്തിയ 4 മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചു. ദുർഘടമായ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകർ ഇന്നലെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നാളെ ദുരന്ത മേഖലകളിൽ ജനകീയ തിരച്ചിൽ തുടരും. സന്നദ്ധ പ്രവർത്തകരുടെ 8-അംഗ സംഘം ഇന്നലെ കാടുകയറി നടത്തിയ തിരച്ചിലിലാണ് പാറക്കെട്ടുകൾക്കിടയിൽ 4 മൃതദേഹം കണ്ടെത്തിയത്. ഏറെ ദുർഘടം പിടിച്ച മേഖലയിൽ നിന്ന് ജീർണിച്ച നിലയിലുള്ള മൃതദേഹം പുറത്തെടുക്കുക ശ്രമകരമായിരുന്നു. PPE കിറ്റ് ലഭിക്കാതെ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് തിരച്ചിൽ സംഘം അറിയിച്ചു. ഇന്നലെ തന്നെ ഇതിനുള്ള ക്രമീകരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ഹെലികോപ്റ്റർ സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം എടുക്കാതെ സന്നദ്ധ പ്രവർത്തകരുമായി മടങ്ങുകയായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യാതിരുന്നതെന്ന് ജില്ലാ കളക്ടർ പിന്നീട് വിശദീകരിച്ചു. ഇന്ന് എയർലിഫ്റ്റ് ചെയ്ത മൃതദേഹങ്ങൾ സുൽത്താൻ ബത്തേരിയിലെത്തിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടായിരുന്നതിനാൽ മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിൽ ഇന്ന് തിരച്ചിലുണ്ടായിരുന്നില്ല. നാളെ ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കും. ന്യൂസ് ഡെസ്ക് 24. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് KSEB. പുനരധിവാസത്തിന്റെ ഭാഗമായി വാടക വീടുകളിൽ താമസിക്കുന്നവരിൽ നിന്ന് വൈദ്യുതി ചാർജ് ഈടാക്കില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. സർവ്വതും നഷ്ടപ്പെട്ട് വാടക വീടുകളിലേക്ക് എത്താൻ പോകുന്ന ദുരന്തബാധിതർക്ക് അല്പമെങ്കിലും ആശ്വാസമാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. നേരത്തെ ഉരുൾപൊട്ടൽ മേഖലയിലെ താമസക്കാരിൽ നിന്ന് 6 മാസത്തേക്ക് കുടിശ്ശിക ഈടാക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വാടക വീടുകളിലേക്ക് മാറുന്നവരിൽ നിന്നുകൂടി ചാർജ് ഈടാക്കില്ലെന്ന് അറിയിക്കുകയാണ് മന്ത്രി. വീടിന്റെ പഴയ ലോൺ മറ്റേ അടയ്ക്കാനുണ്ടെന്നുണ്ടല്ലോ, അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അടച്ചിട്ടേ കൊടുക്കുള്ളൂ. അതൊക്കെ ഉപേക്ഷിച്ചു. പിന്നീട് വരുന്ന കണക്ഷനും 3 മാസം ഉണ്ടായില്ല. ക്വാർട്ടേഴ്സുകളിൽ എന്താണ് കാരപ്പുഴ, അതിൽ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ ഒന്നും ലൈറ്റ് ഇല്ല. അവിടെ ആരും താമസമില്ല. അവിടെ ഒക്കെ ലൈറ്റ് ഇട്ട് കൊടുക്കാം, ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനം. KSEBക്ക് കീഴിലുള്ള ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ ദുരന്തബാധിതർക്ക് നൽകുന്ന കാര്യവും പരിശോധിക്കുമെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി നടപടിയെ കൃഷിമന്ത്രി P. പ്രസാദ് സ്വാഗതം ചെയ്തു. വയനാട് ദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും ജീവിതത്തെയും എങ്ങനെയെല്ലാം കണക്കാക്കണം എന്ന് ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കേരള ഹൈക്കോടതി നീങ്ങിയിരിക്കുന്നത്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഹൈക്കോടതി നടപടി കേരളത്തിൽ ഗുണകരമായ മാറ്റമുണ്ടാക്കും. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പ് ഈ മാസം 13-ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതായും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. 24 പാലക്കാട്. വീടും പരിസരവും വെള്ളം കയറാനുള്ള സാഹചര്യമില്ലാത്ത സ്ഥലമായിരുന്നുവെന്ന് ചൂരൽമല സ്വദേശി അബൂബക്കർ. എന്നാൽ വീടും കടയുമെല്ലാം മലവെള്ളം കൊണ്ടുപോയി. പുലർച്ചെ 1:30-യോടെയാണ് വലിയ ശബ്ദം കേട്ടത്. മുകളിലത്തെ നിലയിലേക്ക് കയറാമെന്ന് മകനോട് പറഞ്ഞതിന് പിന്നാലെ ചെളിയും മലവെള്ളവും വീടിനുള്ളിലേക്ക് ഇരച്ചെത്തി. ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും മുക്തനാകാത്ത അബൂബക്കർ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചൂരൽമല സ്വദേശി അബൂബക്കർ നമുക്കിപ്പോൾ ഉണ്ട്. 67 വയസ്സുകാരനാണ് അബൂബക്കർ. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ്. അടുക്കുന്ന ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന്. ചൂരൽമല ടൗണിൽ അദ്ദേഹത്തിന് കടയുണ്ടായിരുന്നു. കടയോട് ചേർന്നാണ് വീടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീട്ടിലേതാണ്ട് 11 അംഗങ്ങൾ ആ ദുരന്ത സമയത്തുണ്ടായിരുന്നു. ആ ദിവസം എപ്പോഴായിരുന്നു സംഭവിച്ചത്? രാത്രി ഒരു 1:30 മണിക്ക് അതിഭയങ്കരമായ സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഞങ്ങൾ പ്രദേശത്തിന് വെള്ളം കയറാൻ പറ്റിയൊരു സാഹചര്യമുള്ള സ്ഥലമല്ല. എങ്ങനെയായാലും അവിടെ ഇതുവരും വെള്ളം കയറൂല. അപ്പം ഞാൻ വല്ല ഭാര്യനെ വിളിച്ചു. അത് ഭയങ്കര ഒച്ചയ്ക്കണം, എന്താ നോക്കാമെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഡോറ് തുറന്നിട്ട് മൂത്ത മകനാണ് അവന്, അതായി കിടക്കണത്. അവന് ഈ ഒച്ചിട്ടിട്ട് ഡോറ് വന്നു. അവനും 4 ആളും വീട്ടിൽ താഴെ സീറ്റോട്ടിൽ ആ റൂമിൽ കിടക്കുന്നുണ്ട്. ഞാനിവനെ പറഞ്ഞ് നമുക്ക് മേലേക്ക് കയറാമെന്ന് പറയുമ്പോൾ ഒന്ന് തിരമാല പടക്കിന് ഒന്നായിട്ട് ചെളി മണ്ണ് ഒന്നായിട്ട് വന്നാണ്ട് അടിഞ്ഞു. ഞങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതേ ഒറ്റയടിക്കിന് കയറി ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, അതേ സ്പീഡിൽ വെള്ളം താഴെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു കയ്യൊരു പിടുത്തം കിട്ടി. മുഖമൊക്കെ മൊത്തം ചെളിയായിരുന്നു. മൊത്തം വായിലൊക്കെ വെള്ളം കയറി, മൂക്കിലും ചെവിയിലൊക്കെ വെള്ളം കയറി. ഈ പിടുത്തം കിട്ടിയില്ല. ഞാനവിടെ പിടിച്ച് നിന്നു. അതിൽ ഭാര്യയും ചെറിയ മകനും 6 വയസ്സായ മകനും ഒഴുകിപ്പോയി. ഇവനൊരു 200 മീറ്റർ അപ്പുറത്തുനിന്നൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവനെ കിട്ടുന്നു. വേറെ ഫയർഫോഴ്സ് ആര് വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നു. അവൻ പിടിച്ച് 6 വയസ്സായ. ആ ഒരു 2 സെക്കൻഡിൽ വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ വെള്ളം അതാ പോയി. അപ്പോൾ ഇത്രയ്ക്ക് ചെളിയാണ്. തല ഒഴിവാക്കി കിട്ടി. ഒരെണ്ണം അതിൽ ഇവർ വന്ന് കൂടി വലിച്ച് കയറ്റിയപ്പോൾ ഉമ്മാനെ കാണുന്നില്ല. പിന്നെ അത് വെച്ചിട്ട് ആൾക്കാരൊക്കെ ടൗണിലായതുകൊണ്ട് നമുക്ക് വേഗം പെട്ടെന്ന്, ടൗണിലൊക്കെ മൊത്തം ചെളിയാണ്.
ആർക്കും വരാൻ പറ്റില്ല. അവർ ഒരു വടം ഇട്ട് തന്നിട്ട് എല്ലാവരും കൂടി എന്നെ എടുത്തിട്ട് കൊണ്ടുപോയി ഫസ്റ്റ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ദേഹമാസകലം പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദേഹം മൊത്തം വേറൊക്കെ ദേഹമാരി എല്ലാം പരിക്കായിരുന്നു. ഇപ്പോൾ കുറേ മാറിയൊക്കെ കുറേ ചെറിയ മുറിവ് കൂടുമുള്ളൂ. ബാക്കിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നാമത് പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ ഡയാലിസിസ് ചെയ്യുന്നു. എനിക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം കൂടെ വേണം. അപ്പോൾ കുറച്ച് ഇവിടുന്ന് കിടന്നിട്ട് പോകാമെന്നുള്ളതിലാണ്. അബൂബക്കർക്കാണ് സംസാരിച്ചത്. ആ ദുരന്തത്തിൻ്റെ ഓർമ്മയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഡയാലിസിസ് പേഷ്യൻ്റ് കൂടെയാണ് അദ്ദേഹം ഡയാലിസിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും ശരീരമാസകലം മുറിവുണ്ട്, ഭേദമായി വരുന്നു എന്ന് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നു. വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 വയനാട്. വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദവും പ്രകമ്പനവും അനുഭവപ്പെട്ടതിൽ ആശങ്ക വേണ്ടെന്ന് ജിയോളജി വകുപ്പ്. ഇത് അനുഭവപ്പെട്ട മേഖലകളിലെ പരിശോധനകൾ അസ്വാഭാവികമായതൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് വിശദീകരണം. ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ട ഇടങ്ങളിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ആവർത്തിക്കുന്നു ജിയോളജി വകുപ്പ്. തോടുകളിലെയും കിണറുകളിലെയും വെള്ളം അസാധാരണ സ്വഭാവത്തിൽ കലങ്ങിയിട്ടില്ല. പരിശോധനകളിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നും കണ്ടെത്താനായില്ല. പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും ജിയോളജി വകുപ്പ്. പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. നെന്മേനി, അമ്പലവയൽ, വൈത്തിരി മേഖലകളിലെ വിവിധയിടങ്ങളിലാണ് ഇന്നലെ അസാധാരണ പ്രതിഭാസമുണ്ടായത്. ഉരുൾപൊട്ടൽ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്വാഭാവിക പ്രതിഭാസമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ചെറു സൂചനകളെ പോലും അവഗണിക്കരുതെന്നും വിദഗ്ധ പഠനം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അവ്യക്തതയും ആശങ്കയും നീക്കാൻ മേഖല തിരിച്ചുള്ള തുടർ പഠനവും പരിശോധനയും വേണമെന്ന ആവശ്യം ശക്തമാണ്. 24 വയനാട്. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതാ കേസിൽ വിധി നാളെ. വിധി പറയാൻ ആർബിട്രേറ്റർക്ക് നാളെ രാത്രി 9:30 വരെ കായിക തർക്ക പരിഹാര കോടതി സമയം നീട്ടി നൽകി. ഇന്ന് രാത്രി 9:30 വിധി വരുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ്. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിന് മുൻപ് അയോഗ്യയാക്കിയ നടപടിക്കെതിരെയാണ് വിനേഷിന്റെ അപ്പീൽ. 100 ഗ്രാം ഭാരക്കൂടുതൽ ചൂണ്ടിക്കാട്ടിയാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. ഫൈനലിന് മുൻപുള്ള പരിശോധനയിൽ തനിക്ക് മാനദണ്ഡമനുസരിച്ചുള്ള ഭാരമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അതിനാൽ വെള്ളി മെഡൽ അനുവദിക്കണമെന്നുമാണ് വിനേഷിന്റെ ആവശ്യം. ആലപ്പുഴ ചേർത്തലയിൽ തുമ്പച്ചെടി കൊണ്ട് തോരനുണ്ടാക്കി കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതി മരിച്ചു. ഭക്ഷ്യവിഷബാധയെന്ന സംശയം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ചേർത്തല എക്സ്റേ ജംഗ്ഷന് സമീപം ദേവി നിവാസിൽ ജെ ഇന്ദുവാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഔഷധച്ചെടിയെന്ന് കരുതുന്ന തുമ്പയുപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ ഇന്ദു കഴിച്ചതായി ബന്ധുക്കൾ പറയുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്ക് ചേർത്തല എക്സ്റേ ആശുപത്രിയിലും പിന്നീട് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ മരണം. ഭക്ഷ്യവിഷബാധയെന്നാണ് പ്രാഥമിക സൂചന. ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ. 24 ആലപ്പുഴ. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങും. കർണാടക ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മഞ്ചേശ്വരം MLA KM അഷ്റഫാണ് ഇക്കാര്യം അറിയിച്ചത്. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും ദൗത്യം തുടങ്ങുന്നത്. ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് ഷിരൂരിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരുന്നു. തിരച്ചിൽ അവസാനിപ്പിച്ചിട്ട് 11 ദിവസമായി. അടിയൊഴുക്ക് കുറഞ്ഞാൽ തിരച്ചിൽ വീണ്ടും തുടങ്ങാമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ 2 ദിവസമായി ഷിരൂരിൽ മഴ മാറി നിൽക്കുകയാണ്. ഗംഗാവലിയിലെ അടിയൊഴുക്ക് 4 നോട്ട്സായി കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ദൗത്യം വീണ്ടും ആരംഭിക്കാനുള്ള ആലോചന. അവർ ഇന്ന് എനിക്ക് ഈ ട്രിലോക് ചന്ദ്രൻ എന്നറിയുന്ന സ്പെഷ്യൽ ഓഫീസർ ഉറപ്പ് നൽകിയത് ഉത്തര കർണാടക DCയുമായി സംസാരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അവിടെ തെരച്ചിൽ ആരംഭിക്കും. ഈശ്വർ മൽപ്പ അടക്കമുള്ള ലോക്കൽ മീൻപിടുത്തക്കാരായ ആളുകളോട് മുങ്ങൽ വിദഗ്ധരെ മുങ്ങാനുള്ള അവസരം നൽകും. 2 ദിവസം കൂടി കാത്തിരുന്നാൽ അടിയൊഴുക്ക് 3 നോട്ട്സായി കുറയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. 3 നോട്ട്സായാൽ പുഴയിലിറങ്ങിയുള്ള തെരച്ചിലിന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി നൽകാനാണ് തീരുമാനം. കൊച്ചി, കാർവാർ നേവൽ ബേസുകളെ സംയോജിപ്പിച്ച് തെരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. 24 ഷിരൂർ. ലാവോസ് മനുഷ്യക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പള്ളുരുത്തി സ്വദേശി ബാദുഷയാണ് പിടിയിലായത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. സൈബർ സ്ലേവറി സംഘത്തിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ ബാദുഷ. ലാവോസിലുള്ള ഓൺലൈൻ തട്ടിപ്പ് കമ്പനികളിലേക്ക് 30-ലധികം പേരെയാണ് പിടിയിലായ ബാദുഷ കൊച്ചിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തത്. 2013 മുതൽ ഇയാൾ ലാവോസിൽ ജോലി ചെയ്യുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജോലി തട്ടിപ്പിനിരയായി കംബോഡിയയിൽ നിന്ന് തിരിച്ചെത്തിയ 6 മലയാളികൾ നൽകിയ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസ്
പരാതിക്കാരുടെ സ്റ്റേഷൻ പരിധിയിലേക്ക് കൈമാറും. ടെലികോളിംഗ്, ഡാറ്റ എൻട്രി ജോലികൾ വാഗ്ദാനം ചെയ്താണ് മലയാളികളെ തട്ടിപ്പ് സംഘങ്ങൾ കുരുക്കുന്നത്. ലാവോസിലെത്തിയാൽ ഇന്ത്യക്കാരെ വിവിധ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരകളാക്കുന്ന ജോലിയാണ് ലഭിക്കുക. ക്രൂര തൊഴിൽ പീഡനവും നേരിടണം. ലാവോസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സംവിധായകൻ സിദ്ദിഖിന്റെ 1-ാം ചരമവാർഷികം ആചരിച്ചു. ഖത്തർ ICC അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ സംവിധായകൻ ലാൽ ജോസ് സിദ്ദിഖിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. ഇന്നത്തെയും നാളത്തെയും സംവിധായകർക്കും എഴുത്തുകാർക്കും മാതൃകയാണ് സിദ്ദിഖെന്ന് ലാൽ ജോസ് പറഞ്ഞു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, മുൻ ICBF പ്രസിഡന്റ് PN ബാബുരാജൻ, ICBF ജനറൽ സെക്രട്ടറി KV ബോബൻ, നിഹാദ് മുഹമ്മദ് അലി, ഖത്തർ ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ, KK ഉസ്മാൻ, നടനും നിർമ്മാതാവുമായ ചന്ദ്രമോഹൻ പിള്ള, ഇവന്റോസ് മീഡിയ ഡയറക്ടർ RJ ഫെമിന തുടങ്ങിയവർ സംസാരിച്ചു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം. ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും ജൂനിയർ ഡോക്ടർമാരാണ് പ്രതിഷേധിക്കുന്നത്. അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള മെഡിക്കൽ സേവനങ്ങൾ പൂർണ്ണമായും മുടങ്ങി. സംഭവം ദൗർഭാഗ്യകരമെന്നും ഇരയ്ക്ക് നീതി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറാണ് ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. മെഡിക്കൽ കോളേജിന്റെ 4-ാം നിലയിലെ സെമിനാർ ഹാളിൽ ഇന്നലെ രാവിലെ 11:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ കൊൽക്കത്തയിലെ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലെയും ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആശുപത്രികളിൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള മെഡിക്കൽ സേവനങ്ങൾ പൂർണ്ണമായും നിലച്ചു. സംഭവത്തിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നും ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സംഭവം ദൗർഭാഗ്യകരമെന്നും കുറ്റവാളികൾക്ക് ആവശ്യമെങ്കിൽ വധശിക്ഷ ഉറപ്പാക്കുമെന്നും കേസ് അതിവേഗ കോടതിയിലേക്ക് മാറ്റുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. സംഭവത്തിൽ സഞ്ജയ് റോയ് എന്ന ഒരാളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. മൃതദേഹത്തിന് സമീപത്തു നിന്നും ഇയാളുടെ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ പൊട്ടിയ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്.